നമ്മുടെ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരു പൗരൻ വിദേശ രാജ്യത്ത് പോയി നാട്ടിലേക്ക് പണം സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ അത് ജോലി ചെയ്തുള്ള പണമല്ലാത്ത പക്ഷം അയാൾക്ക് സ്വാഭാവികമായിട്ടും റിസർവ് ബാങ്കിൻ്റെ അനുമതി തേടേണ്ടി വരും. അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അന്ന് MLA ആയിരുന്ന VD സതീശൻ പറവൂർ MLA പ്രതിനിധീകരിച്ചുകൊണ്ട് ബർമിംഗ്ഹാമിൽ പോയി പണം വാങ്ങാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ് പരാതി. അതിന് ഫെറയുടെ ഈ പറയുന്ന ചട്ടത്തിൻ്റെ ലംഘനമുണ്ട്. റിസർവ് ബാങ്കിൻ്റെ അനുമതിയില്ല, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ല. ഇതാണ് പരാതി. അങ്ങനൊരു പരാതിയിന്മേൽ വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയില്ല. വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയുന്നതിലാവട്ടെ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. അഴിമതി നിരോധന വകുപ്പ് പ്രകാരം VD സതീശന് മേൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് സ്പീക്കറുടെ ഓഫീസിന് കൊടുത്ത സ്പഷ്ടീകരണത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന്, VD സതീശൻ്റെ പേരിൽ VD സതീശൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന ബർമിംഗ്ഹാമിൽ നിന്ന് ഒരു പൈസയും വന്നിട്ടില്ല. രണ്ട്, VD സതീശൻ പ്രളയാനന്തരം ഈ ബർമിംഗ്ഹാമിൽ നിന്ന് പണം വന്നതിനു ശേഷം അഥവാ പുനർജനി ഫൗണ്ടേഷൻ്റെ ഭാഗമായ മണപ്പാട്ട് ഫൗണ്ടേഷനിൽ പണം വന്നതിന് ശേഷം ഒരു സ്ഥലവും സ്വന്തം പേരിൽ വാങ്ങിയിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിൽ പണം ദുരുപയോഗം ചെയ്തതായിട്ട് തെളിവ് കണ്ടെത്താനും വിജിലൻസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം VD സതീശനെതിരെ കേസ് നിൽക്കില്ല എന്ന് കണ്ടെത്തിയത് ഈ സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ വിജിലൻസാണ്. വിജിലൻസ് സ്പീക്കറുടെ ഓഫീസിന് കൊടുത്തിരിക്കുന്ന സ്പഷ്ടീകരണത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം VD സതീശൻ്റെ പേരിൽ ഒരു കേസില്ല